അങ്ങനെ ഓണാഘോഷങ്ങളൊക്കെ നമ്മൾ കണ്ട് ഇന്ന് നമ്മളൊരു സ്കൂളിലാണ് എത്തിക്കുന്നത്. നമ്മൾ SN വിദ്യാപീഠം സ്കൂളിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം ഓണപരിപാടികളും വടംവലിയും എല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് കുറച്ച് സദ്യ കാണാം. ഓണമായ സദ്യ ഇല്ലാത്തൊരു ഓണം ഇല്ല. നമുക്ക് സദ്യയാണ് മെയിൻ. അപ്പൊ ഇന്ന് നമുക്ക് SN വിദ്യാപീഠത്തിലെ സദ്യയും പരിപാടികളൊക്കെ കാണാം. ഹായ് സർ, സാറിന്റെ പേരെന്താ? ശ്രീകുമാർ. സാറ് എന്ത് ചെയ്യുന്നു ഇവിടെ? സാറാണോ വർക്ക് ചെയ്യുവാണോ ഇവിടെ? മാനേജ്മെന്റിന്റെ ആളാണ്. ഇത്രയും നല്ല ഒരു ഓണം ഞാൻ പലവട്ടം മാനേജരും സെക്രട്ടറിയേറ്റൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായ ഒരു ഓണാഘോഷം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ അടുക്കും ചിട്ടയും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ നമ്മുടെ പ്രിൻസിപ്പളായ വിശ്വംഭര സാറിന് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അതേപോലെ ടീം വർക്ക് അത് ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ ഓരോ ചടങ്ങുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിന് കൂടുതൽ സന്തോഷവും ആഹ്ലാദവും ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് എല്ലാവിധ ഓണാശംസകളും വന്നവർക്കും നിന്നവർക്കും ഇരുന്നവർക്കും ഉണ്ടവർക്കും എല്ലാവിധ ഓണാശംസകളും. എങ്ങനെയുണ്ട് ഇവിടെ ജെൻസി ഓണം? എങ്ങനെയുണ്ട്? അടിപൊളി ഇത് ജെൻസി ഓണം തന്നെയാണിത്. ജെൻസി കൈക്കലാക്കി ഓണം. നമ്മളൊക്കെ മാറി നിന്നേ പറ്റൂ. അവര് തൂക്കി. ഓക്കെ. സാറിന്റെ പേരെന്താ? സഞ്ജീവ് ഗോപാലകൃഷ്ണൻ. ഞാൻ ഈ സ്ഥാപനത്തിലെ യോഗ ട്രെയിനറാണ്. ദീർഘകാലമായിട്ട് ഇവിടെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളോടൊപ്പം എല്ലാ വർഷവും ആദ്യത്തെ ഓണാഘോഷം ഇവിടെ തന്നെയാണ്. ഓണം തുടങ്ങുന്നത് സ്കൂളിൽ നിന്ന്. എങ്ങനെയുണ്ട് ഇവിടുത്തെ പിള്ളേരൊക്കെ ആയിട്ട് ഓണം കൂടി സദ്യയൊക്കെ സദ്യ എല്ലാ വർഷവും സദ്യയുണ്ട്. ആ സദ്യക്ക് വളരെ മാറ്റുകൂടുതലുമാണ്. ഇവിടുത്തെ മാനേജ്മെന്റിന്റെയും പ്രത്യേകിച്ച് സാറിന്റെ ആ വലിയ ഒരു കുഞ്ഞുങ്ങളോടുള്ള മാനേജ്മെന്റ് പേരൻസിനോടുള്ള ആ അടുപ്പം ഒന്ന് കാരണമാണ് ഈ സ്കൂളിന്റെ ഇത്രയും വലിയ വിജയത്തിന്. എത്ര വില കൊടുത്താലും ഞാൻ മറ്റു പല സ്കൂളുകളിലും യോഗ ട്രെയിനറായിട്ട് ദീർഘകാലമായി വർക്ക് ചെയ്യുന്നെങ്കിലും ഇവിടുന്ന് കിട്ടുന്ന ഒരു സന്തോഷവും സുഖവും എനിക്ക് വേറെ കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ആ ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും കുഞ്ഞുങ്ങളുടെ ആ ഒത്തുകൂടലാണ് ഏറ്റവും വലുതായിട്ട് മറക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ആണെന്ന് തോന്നുന്നു. സാറ് നല്ല അടിപൊളിയായിട്ട് പായസം കഴിക്കാം. നമുക്ക് പ്രിൻസിപ്പൾ ആണ് ഇവിടുത്തെ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തെന്ന് ആ സാറുമാര് പറയുന്നത്. പ്രിൻസിപ്പളിനോട് ചോദിച്ചേക്കാം. തീർച്ചയായും എന്റെ കരുത്തെന്ന് പറയുന്നത് എന്റെ മാനേജ്മെന്റ്, എന്റെ PTA, എന്റെ MBTA, അതുപോലെ തന്നെ എന്റെ സഹജീവനക്കാർ എല്ലാവരും ഒത്തുചേർന്ന് ഒരു ടീമായി പ്രവർത്തിക്കും. ഇവിടുത്തെ ഓരോ വിജയത്തിന്റെയും പിന്നിൽ ഞങ്ങളുടെ കൂട്ടായ്മയാണ്. ഈ ഓണം തന്നെ വലിയൊരു കൂട്ടായ്മയുടെ സന്ദേശമാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇത്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മാനേജർ സാറാണ്, സെക്രട്ടറി സാർ ഇവിടെ ഉണ്ട്, സഞ്ജീവ് സാർ, യോഗ, ഇങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന മനോഹരമായ ഒരു ഓണം. ഇന്ന് കുഞ്ഞുങ്ങളുടെ ഒരുപാട് കലാപരിപാടികൾ ഉണ്ടായിരുന്നു. മഹാബലി ഉണ്ടായിരുന്നു, വാമൻ ഉണ്ടായിരുന്നു, കോട്ടുകൾ, സ്കിറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ ചണ്ടമേളം, ശിങ്കാരിമേളം, വടംവലി, പിന്നെ മെഗാ തിരുവാതിര. എന്താ പറയുക, ഓണപ്പരിപാടി തുടങ്ങുന്നത് സ്കൂളിൽ നിന്ന്. ഞങ്ങളുടെ ഈ പിന്തുണയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ കാതൽ. താങ്ക് യു. എല്ലാവർക്കും ഓണാശംസ. SN വിദ്യാപീഠത്തിന്റെ ഈ പരിപാടിയുടെ പേര് തന്നെ നല്ലോണം പൊന്നോണം. ആ പേര് അനർത്ഥമാക്കുന്ന തരത്തിൽ നല്ല ഓണം പൊന്നോണം ആ തരത്തിൽ തന്നെ ഞങ്ങള് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും പിന്നെ PTA MBTA നേതൃത്വത്തിൽ നന്നായിട്ട് ഗംഭീരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞ വിസ്മയകരമായ ഒരു ഓണമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. സാറ് പാട്ട് പാടുന്നു. ഓണസദ്യയുടെ മുമ്പിൽ ഒരു പാട്ടും കൂടെ. ഞങ്ങളുടെ ഗായകൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സെക്രട്ടറിയാണ്. സാറ് പാടില്ല. അപ്പൊ നമുക്ക് സാറിന്റെ പാട്ട് കേൾക്കാം. സാറ് പാട്ട് പാടുന്ന ഇവര് പറയുന്നത്. അപ്പൊ സദ്യ കഴിച്ചതിന്റെ ക്ഷീണത്തിന് ഒരു അടിപൊളി ഒരു ഓണപ്പാട്ട്. ടീച്ചർമാരൊക്കെ ഭയങ്കര സപ്പോർട്ടാ. സാർ സ്കൂളിൽ സ്റ്റേജ് പാടിയോ? പിള്ളേരെ എല്ലാവരുടെയും കൂടെ പാടിയോ? പാടി. അതാണ്, പിള്ളേരുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ഫുൾ പവറായിട്ട്. സ്കൂളിൽ സാറുമാരൊക്കെ വൻ പവറിലാണ്. അതിലും പവറിലാണ് നമ്മുടെ പിള്ളേര്. അപ്പൊ പിള്ളേരോട് ചോദിച്ചു നോക്കാം അവരെന്തായാലും. ഹായ്, പേരെന്താ? സന്തോഷ്. സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? പിന്നെ സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഏതാ? എന്ത് കറിയാ ഏറ്റവും ഇഷ്ടം? പരിപ്പും പപ്പടം കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. സ്കൂളിൽ ഓണാഘോഷത്തിന് ഡാൻസ് ഒക്കെ കളിച്ചോ? കളിച്ചോ? ഗെയിംസ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലേ? അപ്പൊ വീട്ടിലൊക്കെ. ഹായ്, പേരെന്താ? സദ്യ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ?
പരിപ്പ. എല്ലാവർക്കും പരിപ്പും പപ്പടമാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ സ്കൂളില് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നോ? വടംവലി ഒക്കെ ഉണ്ടായിരുന്നോ? നടക്കാൻ പോവാ. പാട്ട് പാടുവോ? പാട്ട് പാടും. അപ്പൊ ഒരു പാട്ട് പാട്. പാടിക്കോ. സത്യയുടെ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ കാണും. ഫ്രണ്ട്സിന്റെ മുമ്പിൽ അടിപൊളിയാ പാട്ട്. ഒരു പാട്ട് പ്ലീസ്. ഹായ്, പേരെന്തുവാ? മുഹമ്മദ് ഷാൻ. മുഹമ്മദ് ഷാൻ. സദ്യ ഒക്കെ ഉണ്ടോ? സദ്യ ഇഷ്ടായോ? സ്കൂളിലെ പരിപാടിയൊക്കെ ഇഷ്ടായോ? എല്ലാം ഹാപ്പി ആണോ? പാട്ട് പാടുവോ? ഇല്ല. നമ്മുടെ സുന്ദരി മണികളായിട്ടുള്ള നല്ല പെൺപിള്ളേർ നല്ല പാവാടയും ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് സദ്യ ഇട്ടിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഹായ് ഗൈസ്, പേരെന്താ? അക്ഷര. പേരെന്താ? എങ്ങനെയുണ്ട് ഓണപരിപാടി? സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? സ്കൂളിലെ പരിപാടിയൊക്കെ എന്താ ഇഷ്ടപ്പെട്ടോ? സദ്യ ഉണ്ട്, പായസമാണ്. എന്തൊക്കെ പായസം ഉണ്ടായിരുന്നു? പാലട. അപ്പൊ ഏത് പായസം ഏറ്റവും ഇഷ്ടപ്പെട്ടെ? സേമിയ പായസം. മോടെ പേരെന്താ? ദിയ. ദിയക്ക് എന്ത് സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്താ? സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതാ? ഓ, പേരെന്താ? അപ്പൊ ജിനീഷ്, ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ രാവിലെ? എന്തൊക്കെ പരിപാടിയായിരുന്നു ഉള്ളത്? ഒരുപാട് പരിപാടികളുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതായിരുന്നു? എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. ഓണമായ എല്ലാം ഇഷ്ടപ്പെട്ടു. പകർക്കാണ്. പേരെന്താ? ദേവനന്ദ. ദേവനന്ദക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ പരിപാടി മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മെഗാ തിരുവാതിര കളിച്ച ആളാന്ന് തോന്നുന്നു. മെഗാ തിരുവാതിര ടീമായിരുന്നു ഇത്. മെഗാ തിരുവാതിര ടീമാര് പറ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു മെഗാ തിരുവാതിര? കിട്ടിയ സമയം ഒരു 5-6 ദിവസത്തെ. 5-6 ദിവസത്തെ എല്ലാ ക്ലാസ്സുകാരും ഉണ്ടായിരുന്നു. എത്ര ക്ലാസ്സുകാരുണ്ടായിരുന്നു പരിപാടിക്ക്? എല്ലാ ക്ലാസ്സിലും എല്ലാ ക്ലാസ്സുകാരും മെഗാ തിരുവാതിര ആയിരുന്നു. ടീച്ചർമാരുണ്ടായിരുന്നോ? എല്ലാരും ഉണ്ടായിരുന്നു. ഹായ്, പേരെന്താ? അർണവ്. അർണവിന് ഇന്ന് പരിപാടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതായിരുന്നു? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ആയിരുന്നു. അർണവ് ഡാൻസ് കളിച്ചോ? ഡാൻസ് കളിച്ചോ? ടീച്ചർമാര് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടുവോ? ടീച്ചർ പറഞ്ഞോ? ഇല്ല. ഇന്ന് മെഗാ തിരുവാതിരക്കൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വൈബായിരുന്നു. വെടിക്കെട്ടായിരുന്നു. കളറാണ്. സദ്യ ഇഷ്ടപ്പെട്ടോ? സദ്യ പൊളി. എല്ലാം പൊളി. എവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? മെഗാ തിരുവാതിരക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു. ഫുൾ ടീമായിരുന്നു. ഇഷ്ടപ്പെട്ടോ പരിപാടിയെല്ലാം? ഇന്ന് വടംവലി ഉണ്ടോ? ഇല്ല. വടംവലിക്കകത്ത് പങ്കെടുക്കുന്നുണ്ടോ? പേരെന്താ? കീർത്തി. എത്രലാ പഠിക്കുന്നത്? 6ല് പഠിക്കുന്ന കീർത്തിക്ക് ഇന്ന് പരിപാടിക്ക് ഇഷ്ടപ്പെട്ടോ? ഏറ്റവും ഇഷ്ടപ്പെട്ടു. സദ്യക്കകത്ത് ഒന്നും കഴിച്ചില്ലല്ലോ. പേരെന്താ? എന്ന് കഴിച്ചു കഴിഞ്ഞോ? അപ്പൊ എല്ലാം കഴിച്ചു. നല്ല മെഡിക്കനായിട്ട് മൊത്തം കഴിച്ചു. പായസം ഇഷ്ടപ്പെട്ടോ? പപ്പടം കുട്ടിയാണോ കഴിച്ചത്? പഴം കുട്ടിയാണോ കഴിച്ചത്? പഴംകുട്ടി. എന്താ പേര്? ഇന്ന് രാവിലെ മുണ്ടെടുത്താണോ വന്നേ? മുണ്ടൊക്കെ കൊടുത്ത് ആദ്യമായിട്ടാണോ മുണ്ടെടുക്കുന്നത്? അല്ല, എല്ലാ ഓണത്തിനും മുണ്ടെടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഫുൾ പവറാണ്. ഹായ് ഹായ് ഹായ്. സദ്യ ഉണ്ട് കഴിഞ്ഞുള്ള ക്ഷീണത്തിലാണോ? പുതിയ ഡ്രസ് ഓണക്കോടിയാണോ? ഇങ്ങോട്ട് സ്കൂളിലേക്ക് വേണ്ടി തയ്പ്പിച്ച? തിരുവാതിരക്ക് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? സദ്യ മൊത്തം ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ പരിപാടിയിൽ ഏറ്റവും ഇഷ്ടം എന്തായിരുന്നു? ഏറ്റവും ഇഷ്ടം മറ്റേ പോപ്പറൊക്കെ പഠിച്ച് ഒരു തുള്ളലില്ലായിരുന്നു. രാവിലത്തെ പരിപാടിയായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഓക്കെ, സദ്യ കഴിക്കാൻ റെഡി ആയിരിക്കും. നിങ്ങളുടെ പേരെന്താ? തീർത്ഥ. ദിയ. ദേവനന്ദ. അളകനന്ദ. ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ക്ഷീണത്തിൽ സദ്യ കഴിക്കാൻ റെഡി ആയിരിക്കുവാണോ? സദ്യ കഴിക്കുന്ന ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടമുള്ള എന്തുവാ? വെള്ളം മതി. ഇപ്പൊ വെള്ളം തരും. ഇഷ്ടം. സദ്യക്കകത്ത് ഏറ്റവും ഇഷ്ടം എന്തുവാ? വെള്ളം കുടിച്ചിട്ടില്ല ഞങ്ങൾ. ഒരു ദിവസം വെള്ളം കുടിച്ചിട്ടില്ല? അയ്യോ. അപ്പൊ ഇന്ന് നമ്മൾ സദ്യ കഴിച്ച് കഴിയുമ്പോ വെള്ളം കുടിച്ച് പായസം കുടിക്കുന്ന ക്ഷീണമൊക്കെ മാറും. അപ്പൊ പവറല്ലേ? ഇവിടെയും കുറച്ചുപേര് സദ്യ ഉണ്ടെന്നുണ്ട്. നമുക്ക് അവരോടും ചോദിക്കാം എന്തായിന്ന്. ഹായ്, പേരെന്താ? അതിനെന്ത് സദ്യ ഉണ്ടോ? സദ്യയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? പാലട പായസം. പഴംകുട്ടിയാണോ കഴിച്ചേ? ഇന്ന് പരിപാടിക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്തിനായിരുന്നോളെ? മാവേലിയായിരുന്നോ? അമ്മോ, മാവേലിയായിരുന്നു. മാവേലി ഇവിടുത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്കൂളിലെ മാവേലി ഫ്രണ്ടിന് ഇഷ്ടപ്പെട്ടോ? ഫ്രണ്ട് മാവേലിയായിട്ട് ഇരിക്കുന്നത് ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. പേരെന്താ? കഴിച്ചു കഴിഞ്ഞോ? ഹാപ്പി ആയില്ലേ? വയറ് നിറഞ്ഞോ? അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഭയങ്കര പവറായിട്ട് സദ്യ കഴിച്ചതിന്റെ ഭയങ്കര ഹാപ്പിനെസ്സിലാണ്. ഇതിനെല്ലാം പിന്നെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സ് എല്ലാവരും സെറ്റ് സാരി ഒക്കെ എടുത്ത് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം. പേരെന്താ? ബിന്ദു. വിനോദിനി. കല. രാജി. പ്രസന്ന. ലക്ഷ്മി. രമാദേവി. ദീപ. സന്ധ്യ. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ ടീച്ചേഴ്സ് മൊത്തം ടീച്ചറിന്റെ പേരെന്താ? രേഖ. അപ്പൊ ഈ സ്കൂളിന്റെ മെയിൻ പവർ നിങ്ങളാണോ?
ടീച്ചറിനെ ഞാൻ ഇവിടെ കണ്ടത്. ഞാൻ നേരത്തെ എൽമെക്സി പരിപാടി. അതെ. അപ്പൊ ഇവിടെ നിങ്ങൾ തിരുവാതിര ഉണ്ടായിരുന്നോ ടീച്ചർമാർ? എല്ലാം കളിച്ചിട്ട് ക്ഷീണിച്ച് നിൽക്കുക. ഇനി സദ്യ ഉണ്ണാനുള്ള ഒരു ആവേശം വടംവലിയാണ്. വടംവലിയോട് കൂടിയാണ് സമാപനം. കുട്ടികൾ ജയിക്കോ ടീച്ചർമാർ ജയിക്കോ? ടീച്ചേഴ്സിന്റെ വടംവലിയാണ്. ടീച്ചേഴ്സ് അപ്പൊ ഇത് നിങ്ങൾ ഡ്രസ് കോഡൊന്നും സെറ്റ് ചെയ്തില്ലേ? ഇല്ല. ഞങ്ങൾ തകർത്താടി ആടി പൊളിച്ച്. അപ്പൊ ടീച്ചറിന് വീട്ടിൽ ആഘോഷിക്കുന്നതാണ് ഇഷ്ടം, ഇവിടെ ആഘോഷിക്കുന്നത്? ഇവിടെ എന്റെ ഞങ്ങളുടെ മക്കളോടൊപ്പം ആഘോഷിക്കുന്നതാണ്. വീടാണിത്. ഞങ്ങൾ 2 ദിവസമായിട്ടാണ് ഈ ഉത്സവം ആഘോഷിക്കുന്നത്. എന്റെ മകളാണിത്. എല്ലാ ദിവസവും നിങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് എത്ര ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു? 2 ദിവസം. പ്ലാനിങ് ഒരു 2 ആഴ്ച മുമ്പ് തൊട്ട് പ്ലാനിങ് ആയിരുന്നു. കൂടായിരുന്നു. എങ്കിലും കുട്ടികളും ഞങ്ങളും എല്ലാം ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു. എക്സാം എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങള് എക്സാമിന്റെ ഇടയ്ക്ക് പിള്ളേർക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ സമയം കൊടുത്തു. പിള്ളേരെല്ലാം ഹാപ്പിയാണ്. എല്ലാ വർഷത്തെയും കാട്ടി കിടില പാട്ടാണ്. എല്ലാ വർഷത്തേക്കാളും അടിപൊളിയായിരുന്നു. ഇവിടെ അത്തപ്പൂ മത്സരം ഉണ്ടായിരുന്നു. ഏത് ടീമാണ് ജയിച്ചേ? മത്സരമായിട്ടില്ലായിരുന്നു. ഒറ്റ അത്തപ്പൂ, മെഗാ അത്തപ്പൂ ആയിരുന്നു. ഇവിടെ എല്ലാം മെഗാ പരിപാടികളായിരുന്നു. മെഗാ ഒത്തപ്പൂ മെഗാ എല്ലാം മാവേലി ആരായിരുന്നു? നിങ്ങൾ ആരെങ്കിലും മാവേലി ഒരുങ്ങിയോ? കുട്ടികളിലായിരുന്നു മാവേലി. അങ്ങനെ നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചു. ഇന്നലെ ഇന്നുമായിട്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഇന്നലെ നഴ്സറിയുടെ ഓണമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാം ആദ്യം കുഞ്ഞും പിള്ളേരുടെ കഴിഞ്ഞു. പിള്ളേരും വലിയ കുട്ടികളെ ടീച്ചേഴ്സ് ഞങ്ങളുടെ സ്റ്റാഫുകൾ എല്ലാവരും പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പാള് വൈസ് പ്രിൻസിപ്പാള് പ്രത്യേക ഒരു വൈബാണ്. നിങ്ങൾ എല്ലാവരും ചേർന്ന് പാട്ട് പാടും. SNVP ടീമാണ്. ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഇല്ല. നിങ്ങൾ എല്ലാവരും പാട്ട് പാടും. പാടിക്കോ. ആമോദത്തോടെ വസിക്കും കാലം കണ്ണവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിമജനം ആലയത്തറ വേണം തടുത്തോരമ്പലം വേണം ആലിനു ചേർന്നൊരു കുളവും വേണം. അപ്പോൾ